നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം അവസാനിക്കാൻ പോവുകയാണ്. ജൂൺ മാസത്തിൻ്റെ ഈ സമാപനത്തോടു കൂടി ഉണ്ടാകുന്ന വളരെ ഭാഗ്യദായകമായൊരു യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ക്ഷിപ്രമായിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിതത്തിന് സന്തോഷം സംഭവിക്കുന്നതായിരിക്കുന്നൊരു യോഗം, സരസ്വതി യോഗം എന്നാണ് ഇതിന് പറയാറുള്ളത്. ബുധൻ, വ്യാഴം, ശുക്രൻ ഈ നന്മഗ്രഹങ്ങളുടെ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സംയോഗമാകുന്ന ഒരു യോഗമാണ് സരസ്വതി യോഗം. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം പുരോഗമനവും തൊഴിൽപരമായ കാര്യത്തിൽ, ബിസിനസ് പരമായ കാര്യത്തിലൊക്കെ വളരെ വളരെ ഉന്നതിയിൽ എത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹം ലഭിക്കുന്നതായ യോഗമാണ് അപൂർവമായി മാത്രം വന്നുചേരുന്ന സരസ്വതി യോഗം. ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ കർക്കിടക രാശിയിൽ ഒന്നിക്കുന്നതോടെയാണ് ഈ അപൂർവമായ യോഗം വന്നുചേരുന്നത്. വിദ്യാർത്ഥികൾക്കും സർഗാത്മകമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, സർഗാത്മകത എന്ന് പറയുന്നത് സാഹിത്യപരമായ മേഖല അതുപോലെ തന്നെ സാംസ്കാരികമായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതായ യോഗമാണ് സരസ്വതി യോഗം. സരസ്വതി യോഗത്തിൻ്റെ ഭാഗ്യം വന്നുചേരാൻ കഴിയുന്ന 5 രാശിക്കാരെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ബൗദ്ധികമായിട്ടുള്ള ചിന്താതലത്തിൽ ഉണർന്നു വരുന്നതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കം നടത്തുന്നതാണ് സരസ്വതി യോഗം എന്ന് പറയുന്നത്. അതായത് ജൂൺ 22 ബുധഗ്രഹം കൂടി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് അപൂർവമായി മാത്രം വന്നുചേരുന്ന സരസ്വതി യോഗം പൂർണ്ണമാകുന്നത്. സരസ്വതി യോഗത്തിൻ്റെ പൂർണ്ണതയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് രാജ്യത്താകമാനം തന്നെ വിദ്യാഭ്യാസപരമായ വ്യവസ്ഥകൾക്കുള്ള മാറ്റമാണ്. അതുപോലെ നിലനിൽക്കുന്ന വ്യാവസായിക മേഖലകൾക്കുള്ള മാറ്റം, അതുപോലെ തന്നെ ബിസിനസ് മേഖലകൾക്കുള്ള മാറ്റമൊക്കെ സംജാതമാവുകയാണ്. ജൂൺ 22 ശേഷം പൊതുവിൽ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഏകദേശം 7 മാസക്കാലത്തോളം ഇത് നിലനിൽക്കും. 1-2 ദിവസം കൊണ്ട് ഒരുപക്ഷെ ഗ്രഹസ്ഥാനീയ വ്യവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമെങ്കിലും സരസ്വതി യോഗം വന്നു ചേർന്നാൽ അത് അനുഭവത്തിലേക്ക് നിലനിൽക്കുന്ന ജാതകസ്ഥർക്ക്
7 മാസക്കാലത്തോളം അതിൻ്റെ ഭാഗ്യദായകമായ വ്യവസ്ഥകൾ നിലനിൽക്കും. ഇനി ധ്യാന പ്രക്രിയയിലൂടെയും പൂജാ കാര്യങ്ങളിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും ഒക്കെ ഈശ്വര സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നവർക്കാണെങ്കിൽ 9 മാസക്കാലത്തോളം അതിൻ്റെ ഭാഗ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ആദ്യമായിട്ട് കർക്കിടകം രാശി നക്ഷത്ര ജാതർക്കാണ് ഈ യോഗത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കുവാനുള്ള വിധി. പുണർന്നും കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് അപൂർവമായി എത്തിച്ചേരുന്ന സരസ്വതി യോഗത്തിൻ്റെ ഭാഗമായും ഫലമായും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധയുണ്ടാവും. അലസമായി വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി വളരെ ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും ആ പഠന മേഖലകളിലൊക്കെ വളരെ പുരോഗമനമുണ്ടാകും. അലസതയോടുകൂടി പഠനം നടത്തിയിരുന്ന യുവതി യുവാക്കളിൽ ആ ആലസ്യം മാറി ഊർജ്ജസ്വലമായ അവസ്ഥ കൈവരിക്കുകയും തീർച്ചയായും അത്തരം വ്യവസ്ഥകളിൽ എഴുതപ്പെടുന്ന ലിസ്റ്റുകളിലൊക്കെ സ്ഥാനം പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വൈദേശികമായിട്ട്, അതായത് വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതും അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലെ പുരോഗമനം, കൂട്ടുചേർന്നുള്ള ബിസിനസ് ആണെങ്കിലും ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആണെങ്കിലും 2026 ജൂൺ മാസം 22 ശേഷം അല്ലെങ്കിൽ 22 ആരംഭിക്കുന്ന വ്യവസ്ഥിതിയാണ് എങ്കിൽ തീർച്ചയായും അതിന് ഒരു തടസ്സവും കൂടാതെ വളരെ കാലത്തോളം കൊണ്ടുപോകാൻ കഴിയും. തന്നെയുമല്ല, വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലം തന്നെ അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ ഈ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ആശയവിനിമയത്തിലും സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൻ്റെ വിനിമയത്തിലുമൊക്കെ വളരെ പ്രാധാന്യം വന്നു ചേരുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള അനുഗ്രഹവും ഈ സരസ്വതി യോഗത്തിലൂടെ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. കർക്കിടകം രാശി നക്ഷത്ര ജാതർ ചന്ദ്രനെ ആരാധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ശുക്രനാണ് ഇടവം രാശിയുടെ പ്രധാനിയായി നിൽക്കുന്ന ഗ്രഹം. നവഗ്രഹ പൂജയൊക്കെ ചെയ്തുകൊള്ളുക. സരസ്വതി യോഗത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള മേന്മ സാധാ വിദ്യാഭ്യാസമല്ല, ഉയർന്നു പോകുന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം. അതായത് മെഡിക്കൽ എൻജിനീയറിങ്, അതുപോലെ തന്നെ ഉയർന്ന പരീക്ഷകൾ പാസ്സാകുന്ന തരത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ വ്യവസ്ഥകൾക്കും തടസ്സമില്ലാതെ മുൻപോട്ട് പോകുന്നതിന് സരസ്വതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം സിദ്ധിക്കും. അതായത് ഈ +2 ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ആ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പുരോഗമനമുണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. സരസ്വതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവം നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ ഉയർന്ന തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ വന്നു ചേരുക തന്നെ ചെയ്യും. സാമ്പത്തിക മേഖലകൾ തീർച്ചയായിട്ടും ഇവരുടെ മുൻപിൽ തുറന്നു കിടക്കുന്ന കാഴ്ച തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഭാഗ്യക്കുറി, അതുപോലെ തന്നെ ചിട്ടി, ലേലം തുടങ്ങിയ വഴികളിലൂടെ സാമ്പത്തിക ഭദ്രത ജീവിതത്തിൽ വന്നു ചേരുന്നതും ദർശിക്കുവാൻ കഴിയുന്ന ആൾക്കാരാണ് ഇടവം രാശി നക്ഷത്ര ജാതർ. അതുപോലെ തന്നെ പുതിയ ഗ്രഹം, പുതിയ വസ്തുവകകൾ, പുതിയ വാഹനം എന്നിവ സരസ്വതി യോഗത്തിൻ്റെ ഭാഗമായി ഇടവം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. തീർച്ചയായും ഈശ്വര വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടവം രാശി നക്ഷത്ര ജാതർ ചെയ്യേണ്ടുന്നത്. അടുത്തത് കന്നി രാശിയാണ്.
ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും സരസ്വതി യോഗം അനുഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തന്നെയാണ്. വിദ്യാഭ്യാസപരമായി ഉയർന്നു പോകുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും വിദ്യാർത്ഥികൾക്കും ഉപരി പഠന വിദ്യാർത്ഥികൾക്കും ലഭിക്കും. അതുപോലെ തന്നെ പഠന ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള വഴി തുറന്നു കിട്ടും എന്നുള്ളതും അറിയിക്കുകയാണ്. തൊഴിലവസരങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കന്നിരാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും 2027 അവസാനിക്കുന്നതിന് മുൻപായിട്ട് സരസ്വതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കും എന്നുള്ളതും ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പുതിയ വസ്തുക്കൾ വാങ്ങാൻ കഴിയുക, പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ കഴിയുക, അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക, ഇതൊക്കെ തന്നെ സാധ്യമാകുന്ന ഒരു വർഷമാണ് സരസ്വതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ജൂൺ 22 തുടങ്ങി ഏകദേശം 9 മാസക്കാലത്തോളം അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഈശ്വരീയമായ വിശ്വാസങ്ങളും ക്ഷേത്ര ദർശനങ്ങളും അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക ഉപയോഗത്തിൻ്റെ കാര്യത്തിലും കന്നിരാശി നക്ഷത്ര ജാതർ വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥയിൽ എത്തിച്ചേരും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം കാൽ അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്കും സരസ്വതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗമനം ഉണ്ടാവുക തന്നെ ചെയ്യും. തുടർ പഠനത്തിനും ഉപരി പഠനത്തിനും വിദ്യാർത്ഥികൾക്ക് വഴി തുറക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ തൊഴിൽ ലഭിക്കണം, അതിലൂടെ മുൻപോട്ട് പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഏതൊരുവർക്കും അതിനുള്ള ഭാഗ്യവും സിദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ യാത്രകളിലൂടെ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആ സൗഹൃദങ്ങൾ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി തീരുക തന്നെ ചെയ്യും. ബിസിനസ് മേഖല തീർച്ചയായിട്ടും പുരോഗമനം പ്രാപിക്കും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിനായുള്ള ഭാഗ്യവും ഉണ്ടാകും. പുതിയ വീട് വാങ്ങുക, പാലുകാച്ചൽ കർമ്മം നടത്തുക, താമസം ആരംഭിക്കുക തുടങ്ങിയ ഭാഗ്യങ്ങളുണ്ടാവും. വസ്തുക്കൾ സ്വന്തമായി വാങ്ങുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ടാകും. വിദേശ ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. വലിയ ഭാഗ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിലനിൽക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക കീർത്തിപത്രങ്ങൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ധനാഗമത്തിനുമൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഭാഗ്യം തന്നെയാണ് സരസ്വതി യോഗം എന്ന് പറയുന്നത്. കുജ നക്ഷത്രത്തെ അല്ലെങ്കിൽ കുജഗ്രഹത്തെയാണ് പൂർണ്ണമായും പൂജിക്കേണ്ടുന്നത്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും പറയാനുള്ളത് സരസ്വതി യോഗമായതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുരോഗമനം ഉണ്ടാകും. ശരിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ താറുമാറായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വിദ്യാഭ്യാസം ഒരു അനിവാര്യമാണ് എന്ന് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന മാനസിക നിലവാരത്തിൽ എത്തുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. തൊഴിൽപരമായ പഠന കാര്യങ്ങളിൽ പുരോഗമനം തീർച്ചയായും ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന തൊഴിലിൽ തന്നെ എത്തിച്ചേരാൻ ഈ രാശിക്കാരായ നക്ഷത്ര ജാതരായ യുവതി യുവാക്കൾക്ക് കഴിയും എന്നുള്ളതാണ്. മീനം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും സൗഭാഗ്യവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഭാഗ്യക്കുറികളിലൂടെയൊക്കെ വലിയ തുക വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശ രാജ്യത്തിലെ ലോട്ടറിയിലൂടെ വിദേശ ലോട്ടറികൾ ധാരാളം പണം ലഭിക്കുന്ന വിദേശ ലോട്ടറി പോലും ലഭിക്കുവാനുള്ള ഭാഗ്യ അവസരം കാണുന്നുണ്ട്.
അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുക, വാഹനം നേടുക, സ്വർണ്ണ ആഭരണങ്ങൾ സ്വന്തമാവുക, അങ്ങനെ ധാരാളം സാമ്പത്തികമായ മേഖലകളിലൂടെ ഉയർന്നുയർന്ന് പോകുന്ന വ്യവസ്ഥാപിതമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തലം മീനം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുമെന്നുള്ളത് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാഹിത്യ മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന മീനം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. കീർത്തിതമായിരിക്കുന്ന തരത്തിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ട്. നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. തീർച്ചയായും ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള വ്യവസ്ഥിതി വ്യക്തമാകുന്നുണ്ട്. ജാതകത്തിൽ സമ്പൂർണമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പുരോഗമനം വളരെ ഗംഭീരമായി ലഭിക്കും എന്നുള്ളതാണ് മീനം രാശി നക്ഷത്ര ജാതരെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും ഈ രാശിക്കാരെ നക്ഷത്ര ജാതർ ഈശ്വരീയമായ ചിന്താധാരയിലൂടെയും ഭജനത്തിലൂടെയും ഈശ്വര സ്തോത്രങ്ങളിലൂടെയും സ്തോത്രാലാപനങ്ങളിലൂടെയും നാമജപ കീർത്തനങ്ങളിലൂടെയും ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഒരു കാലമായി 2026 ജൂൺ 22 തുടങ്ങി 7 മാസക്കാലത്തോളം നിങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയും പ്രപഞ്ചവും ഉണ്ടാകും. ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകും. എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.